അന്നേരം നമ്മുടെ ഈ പറയുന്ന പോലെ ഫൗണ്ടേഷൻ നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എറണാകുളം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചോറ്റാനിക്കര സൈഡിലൊന്നും വലിയ പ്രശ്നമുള്ള ഇല്ലാത്ത ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും ചെയ്യാം. നാളെ മഴയോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കൊളാപ്സ് ആയാൽ പോലും ഈ പറയുന്ന സോയിലെല്ലാം നമ്മുടെ ആ ഏരിയയിലോട്ട് പോകും. ഇങ്ങനെയുള്ള ഏരിയകളിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോസ് വരും. ഈ നിൽക്കുന്ന പ്രോപ്പർട്ടിയും ഇതിന്റെ തൊട്ട് താഴെയുള്ള പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ഫില്ല് ചെയ്തേക്കുന്നതാണ്. ഈ സോയിലിന്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് തന്നെ നോക്കി അറിയാൻ പറ്റും. ഏറ്റവും താഴത്തെ ലെവലിൽ നിന്ന് അറൗണ്ട് ഒരു 80 സെന്റിമീറ്ററിന്റെ അകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ശരിക്കുള്ള എക്സിസ്റ്റിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴും ഫൗണ്ടേഷൻ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഫൗണ്ടേഷന്റെ കേസിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തുക. ഇന്ന് നമ്മൾ നിൽക്കുന്ന ചോറ്റാനിക്കരയാണ്. ഇവിടെ ഫൗണ്ടേഷന്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എറണാകുളം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചോറ്റാനിക്കര സൈഡിലൊന്നും വലിയ പ്രശ്നമുള്ള ഇല്ലാത്ത ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും ചെയ്യാം. കാരണം ചോറ്റാനിക്കര എന്ന് പറഞ്ഞാൽ സോയിലിന്റെ പ്രശ്നമില്ല, ഈ പറയുന്ന വെള്ളത്തിന്റെ പ്രശ്നമില്ല, എല്ലാം നല്ല സോയിലും ആണ്, എല്ലാം നല്ല വാട്ടർ കണ്ടന്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ താഴെയാണ് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ പില്ലർ ഫൗണ്ടേഷൻ ചെയ്യുന്നത് അറൗണ്ട് ഒരു 3.5 മീറ്റർ ഹൈറ്റിന് മേളിലാണ് പില്ലർ ഫൗണ്ടേഷൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടിയും ഇതിന്റെ തൊട്ട് താഴെയുള്ള പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ഫില്ല് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ലെവലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അറൗണ്ട് ഒരു 4 മീറ്ററോളം ഡിഫറൻസ് വരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മണ്ണ് എക്സ്കവേഷൻ ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഹൈറ്റ് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല സ്ട്രെങ്ത് ഉള്ള സോയിലിന്റെ ഹൈറ്റ് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് അറൗണ്ട് ഒരു 3.85 സെന്റിമീറ്ററിലാണ് നമുക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ഈ എക്സിസ്റ്റിംഗ് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3.85 മീറ്ററിലാണ് നമുക്ക് ഇത് ഹൈറ്റ് കിട്ടിയത്. ഇത്രയും ഹൈറ്റ് കൊടുത്ത് നമ്മൾ ഇത് ചെയ്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ഡിഫറൻസ് കാരണം ഇവിടുത്തെ റീറ്റൈനിങ് വാൾ ചെയ്തിരുന്നത് റബിളിലാണ് ചെയ്തത്. അപ്പൊ പ്രോപ്പർട്ടി മേടിച്ച സമയത്ത് ഇവിടെ റീറ്റൈനിങ് വാൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്നും റബിൾ തന്നെ ആയിരുന്നു. അപ്പൊ അത് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പോയില്ല. അപ്പൊ ആ റബിൾ ഫൗണ്ടേഷൻ നാളെ മഴയോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കൊളാപ്സ് ആയാൽ പോലും ഈ പറയുന്ന സോയിലെല്ലാം നമ്മുടെ ആ ഏരിയയിലോട്ട് പോകും. അന്നേരം നമ്മുടെ ഈ പറയുന്ന പോലെ ഫൗണ്ടേഷൻ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു റിസ്ക് നമ്മൾ കൺസിഡർ ചെയ്താണ് ഇവിടുത്തെ സോയിലിന്റെ സ്ട്രെങ്ത് നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 3.85 സെന്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഈ പറയുന്ന പില്ലർ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. എവിടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ നോക്കി അറിയാൻ പറ്റും. ഈ സോയിലിന്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് തന്നെ നോക്കി അറിയാൻ പറ്റും. ഏറ്റവും താഴത്തെ ലെവലിൽ നിന്ന് അറൗണ്ട് ഒരു 80 സെന്റിമീറ്ററിന്റെ അകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ശരിക്കുള്ള എക്സിസ്റ്റിംഗ് ലെവൽ എന്ന് പറയുന്നത്. ബാക്കി അത്രയും മണ്ണ് ഫില്ല് ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഏരിയകളിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോസ് വരും. നോർമലി ഇവിടെ പില്ലർ ഫൗണ്ടേഷനോ റബിൾ ഫൗണ്ടേഷനോ പോയാൽ മതി. പക്ഷേ ഈ പറയുന്ന പോലെ ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരിക്കലും റബിൾ ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ പില്ലർ ഫൗണ്ടേഷൻ ഈ പറയുന്ന പോലെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ 5 അടി ഡെപ്തിലോട്ടൊന്നും ഈ പറയുന്ന 120-150 സെന്റിമീറ്റർ ഡെപ്തിലും ചെയ്താലും പോരാ. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവൽ എവിടെയാണെന്നുള്ളത് നോക്കി ആ സോയിലിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ സോയിൽ റിപ്പോർട്ട് നോക്കിയിട്ട് സോയിലിനെ ബേസ് ചെയ്ത് പൈലിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. പക്ഷേ പൈലിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും കോസ്റ്റ് കൂടുതലാണ്. ഇവിടെ ആകുമ്പോൾ അതിന്റെ ആവശ്യമില്ല, പൈലിങ്ങിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതി ചെയ്താൽ മതി എന്നാണ് നമ്മുടെ സ്ട്രക്ചറൽ ഡ്രോയിങ് പ്രകാരം നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴും ഫൗണ്ടേഷൻ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഫൗണ്ടേഷന്റെ കേസിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തുക. സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുക. ഓക്കെ.